ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ബൈബിളിൽ അധിഷ്ഠിതമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും മനസ്സിലാക്കുക, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണല്ലോ. തീർച്ചയായും നമ്മൾ അങ്ങനെയാണ്. വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നൊരു വലിയ യാഥാർത്ഥ്യമാണ് നാം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളത്. ഈ ആത്മീയ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക, സ്വർഗത്തിലെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരായിരിക്കുക എന്നത്. തീർച്ചയായിട്ടും പരിപൂർണതയിലേക്കുള്ള നമ്മുടെ ജീവിത വിളി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ നാം ഓരോരുത്തരും ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിലേക്ക് വളരാനുള്ള വിളിയാണ് ഈ പരിപൂർണതയിലേക്കുള്ള വിളി. ചുരുക്കി പറഞ്ഞാൽ നാം ദൈവമനുഷ്യരാകാനുള്ള വിളിയാണ്. ദൈവമനുഷ്യരാകുക ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ ദൗത്യം ദൈവമനുഷ്യനാകുക എന്നതാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമനുഷ്യരാകുക എന്നതിനേക്കാട്ടിലുപരിയായി മനുഷ്യ ദൈവങ്ങളാകാൻ പരിശ്രമിക്കുന്നവരായിട്ടാണ് നമ്മൾ കാണുക. എങ്ങനെയാണ് നമുക്ക് ദൈവമനുഷ്യരാകാൻ കഴിയുക? ദൈവമനുഷ്യരാകണമെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് പുറത്തു കടക്കണം. എൻ്റെ അഹങ്കാരവും എൻ്റെ സ്വാർത്ഥതയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തെ ഞാൻ ഉൾക്കൊള്ളുമ്പോഴാണ് ഞാൻ ദൈവമനുഷ്യനാകുക, നാം ദൈവമനുഷ്യരാകുക. മറിച്ച് നമ്മൾ പലപ്പോഴും മനുഷ്യ ദൈവങ്ങളാകാനാണ് നാം ആഗ്രഹിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഈ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ദൈവമനുഷ്യരാകുക എന്ന ലക്ഷ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഓരോ മാമോദിസ സ്വീകരിച്ച വ്യക്തിയുടെയും അടിസ്ഥാന വിളി ദൈവമനുഷ്യനാകുക എന്നതാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യദൈവങ്ങളാകുമ്പോൾ ആ മനുഷ്യദൈവങ്ങളെ പുറകെ പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. നാം ദൈവമനുഷ്യരാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ മനുഷ്യദൈവങ്ങളുടെ പുറകെ പോകാനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ദൈവങ്ങളാക്കാനോ അല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നൽകിയിരിക്കുന്ന ആ അസ്തിത്വത്തെ അർത്ഥമുള്ളതാക്കി തീർക്കുക. നമ്മുടെ അസ്തിത്വം അർത്ഥമുള്ളതാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടു കൂടെ ആയിരിക്കാനാണ്, ദൈവമനുഷ്യനാകാനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.